ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഗോവ ട്രിപ്പ് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ, ഫ്രണ്ട്സായിട്ടും കസിൻസായിട്ടൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയൊരു ട്രിപ്പ്. അപ്പോൾ ഇതും അങ്ങനെ ഒരു ട്രിപ്പാണ് ഗൈസ്. ലാസ്റ്റ് ഇപ്പോൾ ഇത് നടക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇതാ കസിൻസൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. പോണ വഴിയിൽ ഓരോരുത്തരുടെ ഇങ്ങനെ പിക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ളവരെ കാണാം. മാർച്ച് 7 നൈറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഗോവ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ വിശാഖിനും പിക്ക് ചെയ്തോണ്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ ടു മഡ്ഗോൺ ആയിരുന്നു ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാറ് പാർക്ക് ചെയ്യാനായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയിട്ട് റേറ്റ് അന്വേഷിച്ചപ്പോൾ 1 ഡേക്ക് 550 ആയിരുന്നു കേട്ടോ അവർ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ 5 ഡേക്ക് 2 കാറ് പാർക്ക് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അത് ഒത്തിരി എമൗണ്ട് കൂടിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ നേരത്തെ ആയിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് അന്വേഷിച്ചിട്ട് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് തൊട്ടടുത്ത് തന്നെ വേറൊരു പാർക്കിംഗ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു കേട്ടോ ആ പാർക്കിംഗ്. അധികം ദൂരമൊന്നുമില്ല. അവിടെ 1 ഡേക്ക് 100 റുപ്പീസ് ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെയായിരുന്നു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനും എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 8 കസിൻസ് കൂടിയിട്ടാണ് ഈ ഒരു ഗോവ ട്രിപ്പ് പോകുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. മാർച്ച് 7 നൈറ്റ് 9:48 കേട്ടോ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് മഡ്ഗോണിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളൊരു 7 മണിയായപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് ബാഗൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. വീട്ടിൽ നിന്ന് അമ്മ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഊണോ കാർഡ്സ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഊണോ ഒക്കെ കളിച്ചു. അതിനുശേഷം ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. മാർച്ച് 8 സാറ്റർഡേ മോർണിംഗ് ഒരു 11 മണി 11:30 ആയപ്പോഴേക്കും തന്നെ നമ്മൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എണീറ്റ് ഫ്രഷ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡും ജാമും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിരുന്നു. ഞാനും എൻ്റെ കസിൻ സേവും ഒക്കെ പണ്ട് മുതലേ തുടങ്ങിയ പ്ലാനിങ് ആണ് കേട്ടോ. നമുക്ക് ഒരുമിച്ച് കസിൻസ് ആയിട്ട് ഒരു ട്രിപ്പ് പോവാം. പണ്ട് ലുലുമാൾ വന്ന അവസരത്തിൽ പറഞ്ഞു തുടങ്ങിയതാണ് നമുക്ക് കൊച്ചി ലുലുമാൾ കാണാൻ പോവുക എന്നൊക്കെ തുടങ്ങിയ പ്ലാനിങ് ആണ്. ഇതുവരെ പഴഞ്ഞിപ്പള്ളി പെരുന്നാളല്ലാതെ ഞങ്ങൾ കസിൻസ് ആയിട്ട് ഒരു ട്രിപ്പ് പോലും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ കസിൻസ് ഒരുമിച്ചിട്ടുള്ള ഒരു ട്രിപ്പ് യാഥാർത്ഥ്യമാവാണ് കേട്ടോ. മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ ചെയ്തത് അവിടുത്തെ ടാക്സി കൗണ്ടറിൽ പോയിട്ട് ടാക്സി റേറ്റ് ഒക്കെ ഒന്ന് അന്വേഷിച്ചു. അതേപോലെ പുറത്തും കുറേ ടാക്സികൾ ഉണ്ടായിരുന്നു. അവിടെയും പോയിട്ട് റേറ്റ് ഒക്കെ ഒന്ന് അന്വേഷിച്ചു. ഒരു ടാക്സി ഫിക്സ് ചെയ്തു കേട്ടോ. ടാക്സി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിരുന്നു കേട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ലഗേജ് എടുത്തിട്ട് പുറത്തേക്ക് നടന്നു കേട്ടോ. അപ്പോഴേക്കും അതിക്ക് നന്നായിട്ട് ഉറക്കായിട്ടുണ്ടായിരുന്നു. ബാഗ ബീച്ചിൻ്റെ അടുത്തായിട്ടായിരുന്നു കേട്ടോ നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. റൂമൊക്കെ നമ്മൾ 1 മന്ത് മുമ്പ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ട്രെയിൻ ടിക്കറ്റൊക്കെ നമ്മൾ 3 മന്ത്സ് മുമ്പ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോവയിലെ റോഡുകളും ബ്രിഡ്ജൊക്കെ കാണാൻ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു. അങ്ങനെ ലഗേജ് വെച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. കാരണം സമയം 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ താഴെ തന്നെ കുറേ ഹോട്ടലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കണ്ട ഒരു ഹോട്ടലിൽ തന്നെ കയറി, കാരണം അത്രയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഇനി വേറെ ഹോട്ടൽസൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗോവൻ താലി ആയിരുന്നു കേട്ടോ നമ്മളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗോവൻ താലിയിൽ ഒരു റവ വെച്ചിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ കഴിക്കുന്നുണ്ടായിരുന്നത്. കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ഷോപ്പിംഗ് ഏരിയ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല കളക്ഷൻസ് ആയിരുന്നു. അടിപൊളി ബാഗുകളും ബീച്ച് ഔട്ട്ഫിറ്റ്സും ഓർണമെൻറ്റ്സും ഒക്കെ ആയിട്ട് നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. എനിക്കൊക്കെ ഏതെടുക്കണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറേ ഐറ്റംസ് ഇവിടെ കണ്ടുവെച്ചു കേട്ടോ. നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, ഇനിയും നമ്മൾ ഷോപ്പിംഗ് മാർക്കറ്റ്സിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങളിതാ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്.
ഫുഡ് കഴിക്കാൻ പോയ ടൈമിൽ നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെൻ്റൽ ഷോപ്പ് നമ്മൾ സ്കൂട്ടർ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്കൂട്ടറിന് 400 റുപ്പീസ് ആയിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ 4 സ്കൂട്ടർ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറി. 96 റുപ്പീസ് ആയിരുന്നു കേട്ടോ അവിടെ പെട്രോളിന് ആ ടൈമിൽ റേറ്റ്. നമ്മുടെ ഇവിടെ 106 രൂപ ഉണ്ടായിരുന്നു. 10 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടത്തെയും അവിടത്തെയും റേറ്റ് തമ്മിൽ. ഇപ്പം നമ്മൾ പോകുന്നത് ഗോവയിലെ പഞ്ചിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് കേട്ടോ. ഗോവയുടെ ക്യാപിറ്റലാണ് കേട്ടോ ഈ പഞ്ചിം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ എന്തിനാണ് പഞ്ചിമിൽ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂയിസ് റൈഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചിമിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ക്രൂയിസ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായ ക്രൂയിസ് ഒന്നും വിചാരിക്കേണ്ട, ഒരു ചെറിയൊരു ക്രൂയിസിലാണ് കേട്ടോ നമ്മൾ റൈഡിന് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എത്തിയിട്ട് തന്നെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അധികം റേറ്റ് ഒന്നുമില്ല, ഒരു ചെറിയ റേറ്റ് തന്നെയാണ് കേട്ടോ ടിക്കറ്റിന് വരുന്നുള്ളൂ. ഞാൻ കറക്റ്റ് റേറ്റൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ അതിൻ്റെ പാർക്കിങ്ങിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യേണ്ട ഏരിയ. അപ്പോൾ ഒരു സ്കൂട്ടറിന് 40 റുപ്പീസ് ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ അഡീഷണൽ അവറിനും 20 റുപ്പീസ് വെച്ചിട്ട് എക്സ്ട്രാ ചാർജ് ചെയ്യണം കേട്ടോ. പാർക്കിംഗ് ഏരിയയുടെ ഉള്ളിലൂടെ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ക്രൂയിസിൻ്റെ അവിടേക്കുള്ള വഴി ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ക്രൂയിസ് വരാനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. കടലിൽ നിന്നുള്ളൊരു നൈറ്റ് വ്യൂ ഒക്കെ ഒന്ന് കാണാം. ജസ്റ്റ് ഒരു ചെറിയ ക്രൂയിസ് റൈഡ് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയാം കേട്ടോ. അത്ര തന്നെ ഉള്ളൂ, അല്ലാതെ ഭയങ്കരമായ സംഭവങ്ങളൊന്നുമില്ല. ഒരു DJ ഉണ്ടായിരുന്നു ഉള്ളിൽ, അത്ര തന്നെ. അങ്ങനെ ക്രൂയിസ് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമുള്ള സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നൈറ്റ് നമുക്ക് ഡിന്നർ ഉള്ളത് ബാഗ ബീച്ചിലെ ഓപ്പൺ പബ്ബിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാഗ ബീച്ചിലെ പബ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ പാട്ടൊക്കെ വെച്ച് വൻ വൈബാണ് കേട്ടോ. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്കിതിൽ പാട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീച്ച് സൈഡാണ് ഇവർ ടേബിളൊക്കെ ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തേക്കണത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ആ ബീച്ച് സൈഡും പബ്ബിൻ്റെ സൈഡൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നാളെ നമുക്ക് പോകാനുള്ള പബ്ബും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവച്ചതിന് ശേഷം ഞങ്ങൾ റൂമിലോട്ട് തിരിച്ചു പോയിട്ടോ. ഗോവ ട്രിപ്പിൻ്റെ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഇന്നലത്തെ കറക്കൊക്കെ കഴിഞ്ഞ് റൂമിൽ എത്തിയപ്പോഴേക്കും നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്നലെ പ്ലാൻ ചെയ്തതിനെക്കാട്ടിയും കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റി തന്നെയായിരുന്നു കേട്ടോ. ക്ലബ് സാൻഡ്വിച്ച്, പൂരി മസാല, അതേപോലെ നൂഡിൽസ് ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ ദിവസവും എവിടെയൊക്കെ പോകണമെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഡേ 2 ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഫൗണ്ടെയിൻ ഹാസിൽ എത്തിയിട്ടുണ്ട്.
ഫൗണ്ടൈൻ ഹൗസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു ലാറ്റിൻ ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ. ഇത് ഗോവയിലെ പഞ്ചമിലാണ് ഉള്ളത്. ഇവിടെ ഫുൾ കളർഫുൾ ഹൗസസും നാരോ സ്ട്രീറ്റ്സും ആണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി പിക്സ് എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഈ ഫൗണ്ടൈൻ ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എവിടെ നോക്കിയാലും എല്ലാവരും അവിടെ ഇവിടെ തിരിഞ്ഞ് ഫോട്ടോസ് എടുക്കുന്നത് തന്നെ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾക്കും കുറച്ച് നല്ല അടിപൊളി പിക്സ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഈ ഫൗണ്ടൈൻ ഹൗസിലെ പോർച്ചുഗീസ് സ്റ്റൈൽ ഹൗസസും കഫേസും ഒക്കെയാണ് ഉള്ളത്. അത് ഇപ്പോഴും അവർ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഗോവയിലെ തന്നെ 150 ഇയേഴ്സ് പഴക്കമുള്ള ഒരു ബാറിലേക്കായിരുന്നു കേട്ടോ. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്ന ഒരു ബാറാണ് ജോസഫ് ബാർ. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറേ നേരം പുറത്ത് ക്യൂ നിൽക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ പിന്നെ ഉള്ളിൽ കയറിയില്ലേ, ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് ഗോവയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നായിട്ടുള്ള ബസിലിക്ക ഓഫ് ബോം ജീസസിലേക്കാണ്. ഓൾഡ് ഗോവയിലാണ് കേട്ടോ ഈ ചർച്ചുള്ളത്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒന്നാണ്. ഈ ചർച്ചിൻ്റെ ഏരിയയിലും ഷോപ്പിങ്ങിന് പറ്റിയ ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറി നോക്കിയപ്പോൾ എല്ലാ ഷോപ്പിലും ഏകദേശം സെയിം കളക്ഷൻസ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ആളുകൾ കൂടുതൽ വരുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് ഇവിടെ റേറ്റും കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പള്ളിയുടെ പുറംഭാഗം ചുവന്ന നിറമുള്ള ലാറ്ററൈറ്റ് സ്റ്റോൺ കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമിലായിരുന്നു കേട്ടോ ഞങ്ങൾ ചർച്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. 1594 നിർമ്മാണം ആരംഭിച്ച് 1605 വിശദീകരിക്കപ്പെട്ട ഈ പള്ളി യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനങ്ങളിൽ ഒന്നാണ്. ഈ പള്ളിയുടെ പ്രധാന ആകർഷണം വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ അഴിമറിയാത്ത ശരീരം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ചർച്ച് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അഞ്ജന ഫ്ലീ മാർക്കറ്റിലേക്കായിരുന്നു കേട്ടോ. ഇത് നോർത്ത് ഗോവയിലാണുള്ളത്. ഞങ്ങൾ ഈ ട്രിപ്പിലെ മെയിനായിട്ട് നോർത്ത് ഗോവ മാത്രമായിരുന്നു കേട്ടോ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോവയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സ്പോട്ടാണ് ഈ മാർക്കറ്റ്. ഇവിടെ നല്ല വൈബ്രൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ക്ലോത്തിങ്സിനായാലും ജ്വല്ലറിക്കായാലും ഹാൻഡിക്രാഫ്റ്റിനായാലും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് ബീച്ച് ആക്സസറീസ് ഒക്കെ പർച്ചേസ് ചെയ്തു. പർച്ചേസൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ പോയത് അഞ്ജന ബീച്ചിലേക്കായിരുന്നു കേട്ടോ. ഈ ബീച്ച് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ റോക്കി ഏരിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്താൽ നന്നായിരിക്കും തോന്നി. പക്ഷെ ഞങ്ങൾ രാത്രി എത്തിയ കാരണം ഫോട്ടോസ് ഒന്നും അത്ര ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ഒന്നും കൂടി വരാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ കറങ്ങി നടന്നു കേട്ടോ. ആ തിരമാലയൊക്കെ ആ റോക്കിലൊക്കെ തട്ടുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ ബീച്ചിലൂടെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫയർ ഡാൻസ് ഒക്കെ കണ്ടു കേട്ടോ. ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ടിറ്റോസ് പൂൾ പബ്ബിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ചില്ല് ചെയ്യാന്ന് വിചാരിച്ചു.
ഗോവ ട്രിപ്പിൻ്റെ ഡേ 3 ആണ്. രാവിലെ തന്നെ നമ്മൾ ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അഗോഡ ഫോർട്ട് റോഡിലെ കണ്ടോളിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ഡോൾഫിൻ പോയിന്റ് ഉള്ളത്. 350 റുപ്പീസാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 45 മിനിറ്റ്സ് ആയിരിക്കും ഈ ഒരു ട്രിപ്പിൻ്റെ ഡ്യൂറേഷൻ. ഗോവയിലെ തന്നെ ടൂറിസ്റ്റ് അട്രാക്ഷനുകളിൽ മെയിനാണ് കേട്ടോ ഈ ഒരു ഡോൾഫിൻ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബോട്ടിൽ നമ്മൾ ഇവരെ കൊണ്ടുപോകും കേട്ടോ, കടലിൽ കൂടെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും. മോർണിംഗ് ടൈമിലായിരിക്കും കേട്ടോ ഡോൾഫിനുകളെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ടൈം. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങായിരിക്കും നല്ലത്. ഞങ്ങളൊരു 9 മണി ആയപ്പോഴേക്കും ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഈ ബോട്ടിൽ പോകുന്ന ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരിക്കും കേട്ടോ. അതൊക്കെ നമ്മൾ ഈ ബോട്ട് ഓടിക്കുന്ന ആൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അഗോഡ ഫോർട്ടും അതുപോലെ മിലനിയർ പാലസും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. 12 പേരായിരിക്കും ഒരു ബോട്ടിൽ പോകുന്നുണ്ടായിരിക്കുക. എല്ലാവർക്കും തന്നെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിയിലുള്ള സീനറിയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് അഗോഡ ജയിൽ. ഇതിപ്പോൾ ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡോൾഫിൻ ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നത് ഈ അഗോഡ ജയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡോൾഫിൻ പോയിന്റിൽ എത്തി. ഒരു 2-4 ഡോൾഫിനുകൾ ചാടുന്നതൊക്കെ കണ്ടുപിട്ടു. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, പെട്ടെന്നായിരിക്കും ഈ ഡോൾഫിനുകൾ ചാടുക. അതുപോലെ കുറേ ബോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. നമ്മുടെ ബോട്ട് മാത്രമായിരിക്കില്ല, കുറേ ബോട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡോൾഫിൻ ചാടുന്ന ടൈമിൽ എല്ലാ ബോട്ടുകളും ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചധികം തവണ തന്നെ ഡോൾഫിനുകൾ ചാടുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നേരത്തെ തന്നെ ഡോൾഫിൻ പോയിന്റിൽ എത്തേണ്ടതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡോൾഫിനുകളിനെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ പോയത് അഗോഡ ജയിലിലേക്കാണ്. പക്ഷെ അപ്പോഴേക്കും ഇവിടെ ഭയങ്കരമായിട്ട് വെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പാർക്കിങ്ങിന് 50 റുപ്പീസും എൻട്രി ഫീസ് 200 റുപ്പീസും ആണ് വരുന്നത്. ഗോവയിലെ ഒരു പഴയ ജയിലാണ് അഗോഡ ജയിൽ. ഇവിടെ കാണാൻ നല്ല ഭംഗിയായിട്ട് ഈ ഒരു കടലിൻ്റെ കരയിലാണ് ഈ ഒരു ജയിൽ നിർമ്മിച്ചിട്ടുള്ളത്. കല്ലുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ജയിൽ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാണാനും ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എൻട്രൻസിൽ തന്നെ 2 പീരങ്കികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഗോവയിൽ പോയിട്ടുള്ള സ്ഥലങ്ങളുടെ ടിക്കറ്റ് റേറ്റ് ഞാൻ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തൊപ്പിയും കൊടയൊക്കെ ഓൾറെഡി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ഞാനൊരു ഷോളും കൂടി വലിച്ചു കെട്ടി കേട്ടോ. കാരണം ഇനി 2 കല്യാണം ഞങ്ങൾക്ക് വരാണ്ട്. അപ്പോൾ അതിന് ടാൻ അടിച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. 17-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസുകാരാണ് കേട്ടോ അഗോഡ ഫോർട്ടിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ജയിൽ നിർമ്മിച്ചത്. പിന്നീട് ബ്രിട്ടീഷുകാരും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇത് ജയിലായിട്ട് തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമായിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ ജയിൽ സംബന്ധിച്ചിട്ടുള്ള വസ്തുക്കളും വിവരങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. പഴയ തടവുകാരുടെ രേഖകളും ജയിലിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അതുപോലെ പഴയ ജയിലിൻ്റെ 3D മോഡൽസും ഒക്കെ ഇവിടെ നമുക്ക് ഇവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഹിസ്റ്ററി ഒക്കെ കൂടുതൽ താല്പര്യമുള്ളവരാണെന്നുവെച്ചെങ്കിൽ ഇവിടെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ.
എന്നെ വിട്ടു പോവല്ലേ. ഞങ്ങൾ പോകുന്നത് അഗോഡ ഫോർട്ടിക്കാണ്. ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് 25 റുപ്പീസാണ് റേറ്റ് വരുന്നത്. നല്ല ഉടുക്കത്തെ വെയിലാട്ടോ. അപ്പം ഞാനൊരു തൊപ്പി മേടിച്ചു. ഇപ്പോൾ ഗോവയിലെ ബ്യൂട്ടിഫുൾ ആയ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് അഗോഡ ഫോർട്ട്. വലിയൊരു ഓപ്പൺ സ്പേസ് ആണ് നമുക്ക് അഗോഡ ഫോർട്ടിൻ്റെ മുൻവശത്ത് കാണാൻ സാധിക്കുക. നല്ല ഗ്രീൻ കളറിൽ പരന്ന് കിടക്കുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ. അവിടെ കുറച്ച് മരങ്ങളൊക്കെ കാണാം. എല്ലാവരും തണലിന് വേണ്ടിയിട്ട് ആ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ചെന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുന്നിന് മുകളിൽ കെട്ടിയ ഈ കോട്ടയുടെ മുൻവശം കടലിന് നേരെയായിട്ടാണ് തുറന്നിട്ടുള്ളത്. 1612 പോർച്ചുഗീസുകാരാണ് ഈ ഫോർട്ട് നിർമ്മിച്ചത്. അന്നത്തെ കടൽ കൊള്ളക്കാർക്കെതിരെ ഗോവയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. അഗോഡ എന്ന പേര് വരാൻ കാരണം അവിടെ ഉണ്ടായിരുന്ന വെള്ളം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വലിയ വെള്ളം ടാങ്കാണ്. കോട്ട കടലിനരികിലായതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള സൺസെറ്റ് കാഴ്ച അടിപൊളിയാണ്. പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള ഒരു പഴയ ലൈറ്റ് ഹൗസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഗോവയിലെ സിൻക്വേറിയം ബീച്ചിലാണ് കേട്ടോ. അഗോഡ ഫോർട്ടിന് അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ബീച്ച് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടായിരുന്നു വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ടായിരുന്നു കേട്ടോ ബീച്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ബീച്ചും ഈ ഒരു ബീച്ചായിരുന്നു കേട്ടോ. ഇവിടുത്തെ വെള്ളമൊക്കെ ഭയങ്കര ക്ലിയർ ആയിരുന്നു. സാൻഡൊക്കെ നല്ല അടിപൊളി മണ്ണായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അതേപോലെ ഈ ബീച്ചിൻ്റെ സൈഡ് വശത്തായിട്ടാണ് ഈ അഗോഡ ഫോർട്ടിൻ്റെ വാള് വരിക. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അവരവിടെ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ പ്രൈസൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 2 പേർക്ക് 2000 ആണ് പാരാസെയിലിങ്ങിന് പറയണത്. നമ്മൾ വേറൊരു സ്ഥലത്തും കൂടി അന്വേഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ബീച്ച് കാണാൻ. നല്ല ബ്ലൂ കളറായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. പാരാസെയിലിങ്ങിന് പോവാണ് ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു? ചിക്കോ
എങ്ങനെയായിരുന്നു? ഓക്കെ, ഞങ്ങൾ പറന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ള കടലും സൺസെറ്റും അടിപൊളിയുണ്ട് കേട്ടോ. ഞങ്ങൾ കളിക്കാൻ പോട്ടെ, ബാക്കി പിന്നെ കാണാം. ഞങ്ങളിതാ വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ റൂമിൽ പോകണ്ട. റൂമിൽ പോയിട്ട് ഡിന്നർ കഴിക്കുമ്പോൾ അങ്ങനെ സിങ്ക്വറിയം ബീച്ചിൽ പോയി അടിച്ചു പൊളിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ഡിന്നറാണ് കേട്ടോ. നാളെ ഈവനിങ് 5 മണിക്ക് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ നാളെ ഡിന്നറിന് നമ്മൾ ഗോവയിൽ ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിൽ പോകണം. പാക്ക് ചെയ്യാനുണ്ട്, കാരണം നാളെ രാവിലെ നമുക്ക് കറങ്ങാൻ പോകാനുള്ളതാണ്. അപ്പോൾ തിരിച്ച് വന്നിട്ട് പിന്നെ പാക്ക് ചെയ്യാനൊന്നും ടൈം ഉണ്ടാവില്ല. നമുക്ക് ഒരു 2 മണിയാകുമ്പോഴേക്കും റൂമിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിൽ പോകും കേട്ടോ. ഇനി ഗോവ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. രാവിലെ തന്നെ ഞങ്ങൾ ബാഗ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഡേ 1 തൊട്ടിട്ട് ഞാൻ തേടി നടക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഹെയർ ബ്രീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് ഡേ ആണ് എനിക്കത് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. ഞങ്ങൾ പലവട്ടം ബാഗ ബീച്ചിൽ വന്നെങ്കിലും എല്ലാം നൈറ്റ് ടൈം ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് വന്നിട്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് അടുത്ത ബീച്ചിലേക്ക് പോയിട്ടോ. ബാഗ ബീച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ വന്ന അഞ്ജന ബീച്ചിലേക്കാണ്. നമ്മൾ ഡേ 2 ഓൾറെഡി അഞ്ജന ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നൈറ്റ് ടൈം ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു ബീച്ചിൻ്റെ വ്യൂ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാനും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടെ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗോവ ട്രിപ്പിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള ചാപ്പോറ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. രാവിലെ ആണെങ്കിൽ പോലും ഭയങ്കര വെയിലായിരുന്നു. ഈ ഒരു ഫോർട്ടും 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ തന്നെയാണ് കേട്ടോ പണിതിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഫോർട്ടിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ പൊളിഞ്ഞ നിലയിലാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി നമുക്ക് കാണുന്നത് വാഗറ്റോർ ബീച്ചാണ് കേട്ടോ. നല്ല ഗ്രീൻ കളറിലുള്ള നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണത്. നമ്മുടെ ദിൽ ജാത്താ ഹേ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ഫോർട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. കസിൻസിൻ്റെ കുറേ കാലത്തെ ഡ്രീം ട്രിപ്പ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസത്തെ ക്ഷീണം കാരണം ഞങ്ങളെല്ലാവരും കാറിൽ കിടന്നത് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങളുടെ കോലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പറയും പറയടാ പറയടാ പറയടാ. നമ്മുടെ കസിൻസാ പറയും. നമ്മുടെ കസിൻസാണ്. ഇവര് രാജസ്ഥാനിൽ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വരുന്ന കല്യാണത്തിന് നമുക്ക് പിന്നെ ട്രെയിനിൽ നിന്ന് കളിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ രാത്രിയൊക്കെ കൂടെ കളിക്കാൻ. മാർച്ച് 12-ാം തീയതി ഒരു മോർണിംഗ് 5:30 ആയപ്പോഴേക്കും നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാർ എടുത്തിട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയി. ഇത്രയൊക്കെയാണ് നമ്മുടെ ഗോവ ട്രിപ്പ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.